തൃക്കരിപ്പൂർ ബീരിച്ചേരി കൂലേരിയിലെ പ്രവാസിയുടെ വീട്ടിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട്ടുപകരണങ്ങളും മറ്റും കത്തിനശിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. KP നിസാറിന്റെ ഭാര്യ MC നുസൈബ വീട്ടിലെ അടുക്കളയിൽ പാചകത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അടുക്കളയിലെ മുഴുവൻ വീട്ടുപകരണങ്ങളും തീപിടിച്ച് കത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. നുസൈബ എന്ന വീട്ടമ്മയുടെ മനസാന്നിധ്യം കൊണ്ട് തൊട്ടടുത്ത മുറിയിൽ കിടക്കുകയായിരുന്ന മകൾ നാഫിയയെയും 40 ദിവസം പ്രായമായ പിഞ്ചു കുഞ്ഞിനെയും വാരിയെടുത്ത് പുറത്തേക്കോടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കുകയും ചെയ്തു. മിനിറ്റുകൾക്കകം പാചകവാതക സിലിണ്ടർ പൊട്ടി അടുക്കളയിൽ തീ പടർന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നടക്കാവിൽ നിന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയെത്തി 1 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അടുപ്പ് സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിത്തെറിക്കുകയും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, കിടപ്പുമുറിയിലെ എയർ കണ്ടീഷണറും പാത്രങ്ങളും റേക്കുകളും വയറിങ്ങുകളും ഒരു ഐഫോണും പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിൽ 10 ലക്ഷത്തിൽ പരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കരുതുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉൾപ്പെടെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും അപകടം നടന്ന വീട്ടിലെത്തി. തീപിടുത്തം ഉണ്ടായത് എൻ്റെ മരുമകൻ്റെ ഭാര്യ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. സിലിണ്ടറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് പോലെ കേട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ചൂട് പോലെ അടിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായത് എന്തോ സിലിണ്ടർ സൈഡിൽ നിന്ന് ലീക്ക് അടിക്കുന്നുണ്ടെന്ന്. ആ സ്പോട്ടിന് അവൾ തൊട്ടടുത്ത മുറിയിലുണ്ടായ മകളുടെ ചെറിയ 40 ദിവസമായ കുട്ടിയും ഉണ്ടായിരുന്നു. അവളെ എടുത്ത് ഓടിക്കോ പറഞ്ഞ് പുറത്തേക്ക് ഓടുന്ന സമയത്ത് ഇലക്ട്രിക് ബ്രേക്കറും കൂടി ഓഫാക്കിയിട്ട് പുറത്തോട്ട് പോയതിന് ശേഷം ഇത് പൊട്ടിത്തെറിക്കുകയും ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ റൂമിൻ്റെ അകത്ത് സിലിണ്ടർ ഇങ്ങനെ പാറിക്കളിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.